അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ആദിമ നൂറ്റാണ്ടിൽ, ആ 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നു. യേശുക്രിസ്തു പല അത്ഭുതങ്ങളും ചെയ്തു. യേശുക്രിസ്തു താൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇതൊക്കെ അവകാശപ്പെടുന്ന ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ ഈ ബൈബിൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ ക്രിസ്ത്യാനികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് ഉണ്ടാക്കിയൊരു പുസ്തകമല്ല. ഇതിനൊക്കെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡുണ്ട്. അപ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ആ വ്യക്തി യഹൂദന്മാരുടെ രാജാവാണ്, ദൈവമാണ്, മെഷിയയാണെന്ന് ക്ലെയിം ചെയ്തു എന്നത് നമുക്ക് ഈ പറയുന്ന ആളുകളുടെ ബുക്കുകളിൽ നിന്നും പിന്നെ ബൈബിളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന അവകാശം യേശുവിൻ്റെ ആൾക്കാർ ഉയർത്തിയിരുന്നു.